ചർച്ച നടന്നു. ഇരു വിഭാഗത്തിന്റെയും വാദങ്ങൾ അവതരിപ്പിക്കുകയാണ്. എന്താണ് ഇരു വിഭാഗത്തിനും ഈ വിഷയങ്ങൾ പറയാനുള്ളത്? മുജാഹിദീങ്ങളും നമ്മുടെ അപ്പുറത്തുള്ള സഹോദരങ്ങളും അവരവരുടെ വാദങ്ങൾ എഴുതി കൊടുക്കാൻ ഐക്യവേദി നിർദ്ദേശിക്കുന്നു. ഞാൻ ചുരുക്കി പറയുകയാണ്. അങ്ങനെ നിർദ്ദേശം മാനിച്ചുകൊണ്ട് ഇരു വിഭാഗവും എഴുതി കൊടുത്തു. ഞങ്ങൾ എഴുതി കൊടുത്തത് അതിന് ആശയം പറയാം, വാക്കുകളല്ല, അതിന് ആശയം പറയാം. പുണ്യം ലഭിക്കുമെന്ന പ്രതീക്ഷയോടെ, അതുപോലെ അപകടങ്ങൾ തടുക്കാൻ വേണ്ടി ആ നിലക്കൊരു പുണ്യകർമ്മം എന്ന നിലക്ക് ഇന്ന് നാട്ടിൽ കാണുന്ന ആ ഒരു മൗലിദ് പാരായണം എന്ന ഏർപ്പാട് ബിദ്അത്താണ്. പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് അത്തരം കാര്യങ്ങൾ പാരായണം ചെയ്യുന്നത് അത് ബിദ്അത്താണ് എന്ന് മുജാഹിദ് പക്ഷത്ത് പറഞ്ഞു. മറുപക്ഷം പറഞ്ഞത് എന്താണെന്നറിയോ? കഴിഞ്ഞ അതിന് മുമ്പത്തെ സിറ്റിംഗിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ടതില്ല എന്ന് മുസ്ലിം ഐക്യവേദി പറഞ്ഞ ആ വിഷയമാണ് വീണ്ടും അവർ ചർച്ചയ്ക്ക് കൊണ്ടുവരുന്നത്. കാരണം അവർക്ക് എങ്ങനെയെങ്കിലും ഈ സംവാദം നടക്കാതിരിക്കണം, അത് അവിടെ ആവശ്യമായിരുന്നു. അവർ പറഞ്ഞു മൗലിദ് പാരായണത്തിന്റെ പേരിൽ ഇന്ന തങ്ങന്മാരും അതുപോലുള്ള ആൾക്കാരൊക്കെ കാഫിറുകളാണെന്ന് അവർ പറയുന്നു. അതുപോലെ നാട്ടിലുള്ള ബാലേട്ടും രാമേട്ടനും ഒക്കെ മുസ്ലിമാന്ന് പറയുന്നു. അതുകൊണ്ട് അവരുടെ ആ വാദം ശരിയല്ല. ഐക്യവേദിയുടെ ബഹുമാന്യ സഹോദരങ്ങൾ സന്ദർഭോചിതം ഇടപെട്ടു. പല സംവാദ വ്യവസ്ഥകളും സംവാദവും നടന്നിട്ടുണ്ട്. അവസാനമായി നടന്ന സംവാദം കുന്നത്തേരി, ആലുവയിലെ കുന്നത്തേരി സംവാദം. ആ സംവാദത്തിൽ സുന്നി പക്ഷത്ത് നിന്ന് മധ്യസ്ഥനായി വന്ന ആള് അവരുടെ കൂട്ടത്തിൽ 15 ആളുടെ കൂട്ടത്തിൽ ഒരാളായിട്ടുണ്ടായിരുന്നു. അയാൾ അന്ന് കുന്നത്തേരി ചെയ്തതെന്താ? ഏകപക്ഷീയമായി അങ്ങ് പിരിച്ചുവിട്ടു. ഏകപക്ഷീയമായും ഇപ്പുറത്തുള്ള മുജാഹിദ് ഭാഗത്തു നിന്നുള്ള മധ്യസ്ഥനോട് കൂടി ആലോചിക്കാതെ ഏകപക്ഷീയമായി അങ്ങ് പിരിച്ചുവിട്ടു. എന്നാൽ ഇവിടെ സംഭവിച്ചതെന്തായിരുന്നു? മുസ്ലിയാക്കന്മാരുടെ ആ ജാതി ഒരടവും ചെലവാകാത്ത വല്ലാത്തൊരവസ്ഥയാണ്. അവിടെ മുസ്ലിം ഐക്യവേദിയുടെ സഹോദരങ്ങൾ പറഞ്ഞു, ഇത് നമ്മൾ ഇവിടെ ചർച്ച കൊണ്ടുവരാൻ പാടില്ല എന്ന് പറഞ്ഞ വിഷയമാണ്. അതുകൊണ്ട് ഇത് വരാൻ പാടില്ല. ഈ വിഷയമല്ല ഇവിടെ ചർച്ച, അത് മറ്റൊരു വിഷയമാണ്. അത് വേറെ നടക്കേണ്ട ചർച്ചയാണ്. ഇവിടെ മൗലിദ് പാരായണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങളുടെ വാദം നിങ്ങൾ എഴുതണമെന്ന് നിരന്തരമായി ആവശ്യപ്പെട്ടു. അങ്ങനെ നിരന്തരം ആവശ്യപ്പെട്ടപ്പോ അവർക്കത് മാറേണ്ടി വന്നു. അപ്പോ നമ്മുടെ മുസ്ലിയാക്കന്മാരെന്താ പറഞ്ഞത്? ഇപ്പൊ ശിർക്കെന്ന വാദം നിങ്ങൾക്കില്ലേ എന്നാണ്. ശിർക്കെന്ന വാദം നിങ്ങൾക്കില്ലേ എന്നാണ്. നമ്മൾ പറഞ്ഞു ഈ ജാതി മൗലിദുകളിൽ ശിർക്കുള്ളവയും ഉണ്ട്, ശിർക്കുള്ളവയും ഉണ്ട്. അത് വാദപ്രതിവാദത്തിന്റെ സന്ദർഭത്തിൽ ഞങ്ങൾ ഇൻഷാ അല്ലാഹ് തെളിയിക്കും. ഞങ്ങളത് പറഞ്ഞു. സ്വാഭാവികമായും ആ നിലക്ക് തന്നെയാണ് പറഞ്ഞത്. എങ്കിൽ മുസ്ലിയാക്കന്മാർ വീണ്ടും ആവശ്യപ്പെട്ടു അത് എഴുതണമെന്ന് പറഞ്ഞു. എഴുതുകൊണ്ട് വിഷമമൊന്നുമില്ല, ഏതായാലും എഴുതാം. അങ്ങനെ അവയിൽ ശിർക്കുള്ളവയും ഉണ്ട് എന്ന് ഞങ്ങൾ എഴുതി കൊടുത്തു. അപ്പൊ മുസ്ലിയാക്കന്മാർക്ക് എന്തു വേണം? അവരാവശ്യപ്പെടുന്നു അതെല്ലാം ശിർക്കല്ല എന്ന് ഇപ്പൊ സമ്മതിച്ചോ, മൗലിദ് മുഴുവൻ ശിർക്കല്ല എന്ന് ഇപ്പൊ സമ്മതിച്ചോ എന്നാണ്. സഹോദരന്മാരെ, മൗലിദിന്റെ പല വരികളും പരിശോധിച്ചാല് അൽഹംദുലില്ലാഹി എന്ന് തുടങ്ങിയോണ്ട് പല വാക്കുകളും ഉണ്ട്, അല്ലേ? അൽഹംദുലില്ലാ എന്ന് പറഞ്ഞോണ്ട് വാക്കുകളുണ്ട്, എത്രയോ മൗലിദിന്റെ കിതാബിലുണ്ട്. അത് ശിർക്കാണോ? അല്ല, ശിർക്കുള്ളവയും ഉണ്ട്. അത് ഏതാണ് എന്ന് വാദപ്രതിവാദ വ്യവസ്ഥ ഞങ്ങൾ തെളിയിക്കുമെന്ന് ഞങ്ങൾ അവരോട് പറഞ്ഞു. ഏതായിരുന്നാലും ഞങ്ങൾ എഴുതി കൊടുത്തു, അവർ ശിർക്കുള്ളവയും ഉണ്ട്. പക്ഷേ പിന്നീട് സംഭവിച്ചെന്താണെന്നറിയോ? ഇരു വിഭാഗത്തിന്റെയും വ്യവസ്ഥകൾ എന്താണ് എന്ന് ആ ഐക്യവേദിയിലെ ഒരു സുഹൃത്ത് വായിക്കുന്നത് നിങ്ങൾ കേൾക്കാൻ പോവാണ്. എന്താണെന്നറിയോ? പിന്നെ അവരുടെ വാദത്ത് മാറി അവർ രണ്ടാം എഴുതിയ വാദവും അതിന് നമ്മൾ കൊടുത്ത മറുപടിയും, അതുപോലെ നമ്മളുടെ വാദവും അവരതിന് തന്ന മറുപടിയും, വാദപ്രതിവാദം എങ്ങനെയാണ് നടക്കാതെ പോണത്, കേവലം ചർച്ചയിൽ ഒതുങ്ങിയത് എന്നാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ ആദ്യം നിങ്ങൾ ആ വാദപ്രതിവാദ വ്യവസ്ഥ തയ്യാറാക്കുന്നതിൽ, അതിന് ചർച്ചയിൽ ആ ഐക്യവേദിയിലെ ഒരു സുഹൃത്ത് രണ്ട് വിഭാഗത്തിന്റെയും വാദങ്ങൾ പറയുന്നുണ്ട്, ആ വാദം വായിക്കുന്നുണ്ട്. ആ ഭാഗം നിങ്ങൾ ശ്രദ്ധിക്കുക, ബാക്കി പിന്നീട് വിശദീകരിക്കാം. ഒന്നാം സെഷനിൽ നമ്മൾ അവതരിപ്പിക്കുന്നത് ശിർക്കും ബിദ്അത്തും ഇല്ലാത്ത മൗലിദുകൾ തന്നെ പാരായണം ചെയ്യൽ ശിർക്കും കുഫറുമാണെന്നും അത് ഓതുന്നവൻ കാഫിറാണെന്നും മുജാഹിദുകൾ എഴുതിയത്
തെളിയിക്കാൻ സുന്നികൾ ഒരുക്കമാണ്. മുജാഹിദ് വാദം. സുന്നികൾ എഴുതിയ വാദം സത്യവിരുദ്ധവും അവാസ്തവവുമാണ്. ശിർക്കും കുഫറും ഉൾക്കൊള്ളാത്ത മൗലിദുകൾ തന്നെ പാരായണം ചെയ്യുന്നത് ശിർക്കും കുഫറുമാണെന്ന് മുജാഹിദുകൾക്ക് വാദമില്ല. പുണ്യകാര്യമാണെന്ന നിലക്ക് മൗലിദ് പാരായണം ചെയ്യുന്നത് വിദ്യത്താകും. സുന്നികൾ എഴുതിയ വാദം സത്യവിരുദ്ധവും അവാസ്തവവുമാണ്. ശിർക്കും കുഫറും ഉൾക്കൊള്ളാത്ത മൗലിദുകൾ തന്നെ പാരായണം ചെയ്യുന്നത് ശിർക്കും കുഫറുമാണെന്ന് മുജാഹിദുകൾക്ക് വാദമില്ല. പുണ്യകാര്യമാണെന്ന നിലക്ക് മൗലിദ് പാരായണം ചെയ്യുന്നത് ബിദ്അത്താവും. രണ്ടാമത്തെ സെഷനിലെ മുജാഹിദ് വാദം. മഹാന്മാരുടെയോ അല്ലാത്തവരുടെയോ ജന്മദിനത്തോടനുബന്ധിച്ചും അല്ലാതെയും ദീനിൽ പുണ്യകർമ്മം എന്ന നിലക്കും പ്രതിഫലം പ്രതീക്ഷിച്ചും ആപത്തുകൾ തടുക്കാനും ഗുണം കിട്ടാനുമായി നാട്ടിൽ നടന്നു വരുന്ന മൗലിദുകൾ പാരായണം ചെയ്യുന്നത് ബിദ്അത്താണ്. അവയിൽ ശിർക്ക് ഉള്ളതും ഉണ്ട്. സുന്നിവാദം. രണ്ടാം സെഷനിലെ മറുപടി. അംഗീകൃത മൗലിദുകൾ പാരായണം ചെയ്യൽ അനാചാരമാണെന്ന മുജാഹിദ് വാദം ശരിയല്ല. അവ ശിർക്കുമല്ല. അപ്പോ ഇതാണ് രണ്ട് വിഭാഗത്തിന്റെ വാദങ്ങളും അതിന് ഇരു വിഭാഗങ്ങളും നൽകിയ മറുപടികളും. ഇപ്പൊ എന്തായി? ശിർക്കും ബിദ്അത്തും ഒന്നും ഇല്ലാത്ത മൗലിദ് പാരായണം ചെയ്താൽ തന്നെ അത് ശിർക്കാവുന്നതാണ് മുജാഹിദുകൾ പറയുന്നത്. അങ്ങനെ മുജാഹിദുകൾ എഴുതിയിട്ടില്ല. ശിർക്കില്ലാത്ത മൗലിദ് പാരായണം ചെയ്താൽ ശിർക്കാണ് മുജാഹിദുകൾ എഴുതിയിട്ടുണ്ടോ? ഇല്ല. പിന്നെ നമ്മുടെ വാദത്തിന് മറുപടിയായിട്ട് അവർ എഴുതിയ എന്താണ്? നമ്മൾ പറഞ്ഞത് ഈ നിലക്ക് പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്ന് നാട്ടിൽ കാണുന്ന നിലക്ക് ആ നിലക്കുള്ള മൗലിദ് പാരായണം അത് ബിദ്അത്താണ്. അവയിൽ ശിർക്കുള്ളവയും ഉണ്ട്. അതിനെന്താ മറുപടി? അംഗീകൃത മൗലിദ് പാരായണം ചെയ്യുന്നത് അതിൽ ശിർക്കില്ല, അത് ശിർക്കുമല്ല, ബിദ്അത്തുമല്ല എന്നാണ്. അപ്പൊ സ്വാഭാവികമായൊരു ചോദ്യമുണ്ട്. ഏതാ ഈ അംഗീകൃത മൗലിദ്? ആരൊക്കെ അംഗീകരിക്കുന്നതാണിപ്പത്? നമ്മുടെ അലവി സഖാഫിയോ അതോ റഷീദ് സഖാഫിയോ? രണ്ടാളും രണ്ട് തട്ടിലാണ്. ഒരാൾക്ക് സിദ്ദീഖ് മൗലിദ് പറ്റും, മറ്റേയാൾക്ക് അത് പറ്റൂല. രണ്ടാളും അവിടെ തന്നെ രണ്ട് തട്ടിലാണ്. ആരംഗീകരിക്കുന്നു? സ്വാഭാവികമായി ചോദിക്കേണ്ട ചോദ്യമാണ്. ഞങ്ങൾ ചോദിച്ചു, ഒന്നുകിൽ അംഗീകൃതമുള്ള വെട്ടുക, അതേപോലെ തന്നെ അതല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഏതൊക്കെയാണ് അംഗീകരിക്കുന്ന മൗലിദ് അതിന്റെ ലിസ്റ്റ് പറയാം. സ്വാഭാവികമായി ഐക്യവേദിയുടെ സഹോദരങ്ങൾ ചോദിച്ചു അവരോട് ആ ലിസ്റ്റ് നിങ്ങൾ പറയണമെന്ന് പറഞ്ഞു. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ അതവർ പറയാൻ തയ്യാറാകുന്നില്ല. അതിന്റെ ഓരോ രംഗങ്ങളും നമുക്ക് ശേഷം കാണാൻ സാധിക്കും ഇൻഷാ അല്ലാഹ്. അവസാനം ചുരുക്കി പറയട്ടെ, ഇന്ന് നിങ്ങളുടെയൊക്കെ പലരുടെയും വീട്ടിലില്ലേ സബീന? ഏതൊക്കെ വക 30, 33, 66, 99 അങ്ങനെ പല 133, 155, 222 അങ്ങനെ പല ജാതി മൗലിദിന്റെ ഏടില്ലേ നിങ്ങൾ പലരുടെയും വീട്ടില് ഇല്ലേ? അലവി സഖാഫി പറഞ്ഞു, ഞങ്ങളത് അംഗീകരിക്കില്ല. മാത്രമല്ല അതിലൊക്കെ തെറ്റുകളുണ്ട്, പിഴവുകളുണ്ട്, കള്ളക്കഥകളുണ്ട് എന്ന് അദ്ദേഹം പറയുകയുണ്ട്. അദ്ദേഹം മാത്രമല്ല, ഒപ്പമുള്ള പല മുസ്ലിയാക്കന്മാർ സമ്മതിച്ചു. അതിന്റെ നേരിലുള്ള ദൃശ്യങ്ങൾ ശേഷം നമുക്ക് കാണാൻ സാധിക്കും. ഏതായിരുന്നാലും ഇതാണ് അതിന്റെ ചുരുക്കരൂപം. ഇങ്ങനെയാണ്. നമ്മൾ ചോദിച്ചു, സ്വാഭാവികമായി ഇന്ന് നമ്മുടെ നാട്ടിലുള്ള നിങ്ങളുടെയൊക്കെ പലരുടെയും വീട്ടിലുള്ള ആ മൗലിദ് അത് ചൊല്ലാൻ പറ്റോ ഇല്ലേ? അതിൽ തെറ്റുണ്ടോ ഇല്ലേ? ഐക്യവേദിയിലെ സഹോദരങ്ങൾ വരെ ചോദിച്ചവരോട് അലവി സഖാഫി മുട്ടുമടക്കിയ രംഗങ്ങൾ ഇൻഷാ അല്ലാഹ് ശേഷം നമുക്ക് കാണാനുണ്ട്. ചുരുക്കത്തിൽ അങ്ങനെയാണ് ഇത് തൽക്കാലം നിൽക്കുന്നത്. എന്തേ? ഈ ഒരു രംഗത്തിന് അവർ തയ്യാറാകുന്നില്ല. അപ്പൊ അവർ നമ്മോട് ചോദിക്കുന്നതെന്നറിയോ? ഞങ്ങൾ അംഗീകരിക്കുന്ന മൗലിദ് ഒരു 4-5 മൗലിദ് തരണം. ഷറഫലനാം, അതുപോലെ മങ്കൂസ്, ബർസഞ്ചി, ഇങ്ങനെ കുറച്ച് 4-5 മൗലിദ് പറഞ്ഞു. ഇതിന് തയ്യാറുണ്ടോ? ഈ വിഷയത്തിൽ സംവാദം തയ്യാറുണ്ടോ? ഞങ്ങൾ പറഞ്ഞു അതടക്കം മുഴുവൻ മൗലിദും വെച്ചുകൊണ്ട് ചർച്ചക്ക് ഞങ്ങൾ തയ്യാറാണ്. പക്ഷേ മുസ്ലിയാക്കന്മാർക്ക് അറിയാം, അതിന് തയ്യാറായാല് ഇതിന്റെ പുറമെ വേറെയും പലതും വരും. പിന്നെ സ്വാഭാവികമായ സംശയം ഉണ്ടാവും, 5ന് തയ്യാറായിക്കൂടെ? അതിന് മറുപടി നമ്മൾ ശേഷം പറയാം. എന്താ ഇപ്പൊ തന്നെ